നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. അങ്ങനെ ഇന്നലെ രാത്രി മുതൽ പ്രചരിച്ച് നടന്നിട്ടുള്ള ഒരു ഗംഭീര ന്യൂസ് ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ മുഖ്യധാരാ മാധ്യമങ്ങളെയൊക്കെ തീയിട്ടുള്ള വിഷയം, ഉണ്ണി മുകുന്ദൻ്റെ അടുത്ത് നിന്ന് അടി വാങ്ങിയിട്ടുള്ള മിസ്റ്റർ വിപിൻ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിസ്റ്റ്, PR, പിന്നെ എന്തൊക്കെയോ കുണാണ്ടറാണ് ഈ ചങ്ങായി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഏതായാലും ഇതുവരെ കേട്ടിട്ടില്ല. ഇപ്പോഴാണ് ഇവൻ പുറത്തു വരുന്ന നിമിഷത്തിൽ അടി വാങ്ങിയ ഒരു വ്യക്തിയായിട്ടാണ് വന്നത്. പിന്നീടാണ് അറിയുന്നത് ഇതൊരു കള്ളക്കേസാണെന്നുള്ള സിറ്റുവേഷനിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവനെ ഉണ്ണി മുകുന്ദൻ ഒന്നും ചെയ്തിട്ടില്ല. ഇവൻ മുഖത്ത് വെച്ചിട്ടുള്ള കണ്ണട, അതായത് ഇരുട്ടത്ത് പാർക്കിംഗ് ലോട്ടിലേക്ക് ഇവൻ കൂളിംഗ് ഗ്ലാസ് ഇട്ട് ഇറങ്ങി വന്നു. സത്യം പറഞ്ഞാൽ എന്തിനാണ് ഇവൻ ഈ കൂളിംഗ് ഗ്ലാസ് ഇട്ട് ഇറങ്ങി വന്നെന്നുള്ള ഉണ്ണിയുടെ എക്സ്പ്ലനേഷൻ ഉണ്ട്. കാരണം മുഖത്ത് നോക്കാൻ മടിച്ചിട്ടാണ് കൂളിംഗ് ഗ്ലാസ് ഇട്ട് വരുന്നത്. വോട്ടെവർ എന്താണെങ്കിലും ടൊവിനോ ഇവന് ഭയങ്കര ഓമന സമ്മാനമായി കൊടുത്തിട്ടുള്ള കൂളിംഗ് ഗ്ലാസ് ഉണ്ണി മുകുന്ദൻ ചവിട്ടി പൊട്ടിച്ചോ, എന്നെ അടിച്ചോ എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചിട്ട് ചങ്ങായിരുന്നു. എന്തായാലും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഉണ്ണി മുകുന്ദൻ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചെന്ന് കേട്ടു. അതിനിടയ്ക്ക് പ്രഥമ ദൃഷ്ട്യാ ഈ കേസ് നിലനിൽക്കില്ല, കാരണം വെച്ചാൽ CCTV ഫുട്ടേജസിൽ അടിക്കുന്നതായിട്ടുള്ള രംഗങ്ങളില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടു. ഇതിനി പിന്നീട് എപ്പോഴും ചിത്രീകരിക്കേണ്ടോ എന്നുള്ളത് അറിയില്ല. എന്താണെങ്കിലും ക്യാമറയിൽ ഇങ്ങനത്തെ സാധനം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. ആകെ ഞാൻ കണ്ടിട്ടുള്ളത് ഇന്നലെ ഹൈദരാലിയുടെ ഒരു ഇൻ്റർവ്യൂവിൽ കണ്ടു. ഹൈദരാലി കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കുന്നുണ്ട്. ഹൈദരാലി പറയുന്നുണ്ട് ഇവൻ്റെ കയ്യിലൊക്കെ പാടുണ്ട് എന്നുള്ളത് ഹൈദരാലി പറഞ്ഞു. അപ്പോൾ ദയവ് ചെയ്ത് കേരള പോലീസ് ആൻഡ് ഉണ്ണി മുകുന്ദൻ ടീം ഹൈദരാലിനെ പിടിച്ചൊന്ന് ചോദ്യം ചെയ്യുക. കാരണം ഹൈദരാലി ഏകദേശം മൂപ്പര ചാനലിൽ കൂടി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കണ്ടു, അറിയില്ല. എന്തായാലും ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാണ്ടായ റീസൺ എന്ന് ഉണ്ണി മുകുന്ദൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഇതിനൊരു എക്സ്പ്ലനേഷൻ. കാരണം കഴിഞ്ഞൊരു വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. കാരണം എന്താ വെച്ചാൽ നമുക്ക് അറിയില്ല, എപ്പോഴും ഫസ്റ്റ് കേൾക്കുന്ന ന്യൂസ് ഒന്നും കൂടി കൂടുതൽ സ്പ്രെഡാവും, എല്ലാവരും ഒരുപാട് ഡിസ്കസ് ചെയ്യും. ഒരുപക്ഷെ ചിലപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് അത്രയും ഡിസ്കഷന് വന്നില്ല എന്ന് വരാം. ഞാൻ ഇതിൽ 2 വീഡിയോ ചെയ്തിരുന്നതാണ്. ആദ്യത്തെ വീഡിയോ ഞാൻ ചെയ്തു, കാരണം ഇനീഷ്യലി ഈ ഒരു വിഷയം നടന്ന സമയത്ത് എന്താണോ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സിൽ എത്തിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു ഞാനാണ് ഫസ്റ്റ് ഈ ഒരു കേസിലുള്ള തിരുത്തല്ല സെക്കൻഡ് പാർട്ടായിട്ടുള്ള വീഡിയോ ആയിട്ട് വന്നത്. കാരണം വെച്ചാൽ മനോരമ ഓൺലൈനിൽ കൊടുത്തിട്ടുള്ള ഒരു അഭിമുഖം റിലേറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഏകദേശം അതേ സംഭവങ്ങളാണ്, അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷനാണ്. പ്ലസ് ഉണ്ണിയുടെ കയ്യിൽ നിന്ന് ഉണ്ണിയുടെ ഭാഗത്ത് നിന്ന് തന്നെ കേൾക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അതിനൊന്നും കൂടി ആധികാരിക വരും. അപ്പോൾ ഉണ്ണി മുകുന്ദന് പറയാനുള്ള കാര്യങ്ങൾ ഉണ്ണി മുകുന്ദൻ ഏകദേശം 2 ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഒന്ന് അത്രയും ക്ലിയർ ആയിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്ല, പക്ഷേ 2-2.5 മണിക്കൂർ മുന്നേ ഞാൻ ഇപ്പോൾ വായിക്കാൻ പോകുന്ന ഏകദേശം 14 മിനിറ്റ് മുന്നേ ഉണ്ണി പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഡയറക്റ്റ് പോസ്റ്റിലേക്ക് അടക്കാം. 14 മിനിറ്റ് മുന്നേ ദയവായി വായിക്കാം. 2018 എൻ്റെ സ്വന്തം പ്രൊഡക്ഷനിൽ എൻ്റെ സിനിമ നിർമ്മിക്കാൻ പോകുമ്പോഴാണ് വിപിൻ കുമാർ എന്നെ ബന്ധപ്പെട്ടത്. സിനിമയിൽ നിരവധി പ്രശസ്തരായ സെലിബ്രിറ്റികളുടെ PRO ആണ് അദ്ദേഹം എന്ന് സ്വയം പരിചയപ്പെടുത്തി. അദ്ദേഹത്തെ ഒരിക്കലും എൻ്റെ പേഴ്സണൽ മാനേജറായി നിയമിച്ചിട്ടില്ലെന്ന് അറിയിക്കുന്നു. ഇവൻ അവരെ പേഴ്സണൽ മാനേജറാണ്, എന്തൊക്കെ കുണാണ്ടറാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് നടക്കുന്നത്. ഫുള്ള് കള്ളാണല്ലേ, ഫുള്ള് തള്ളി നടക്കണല്ലേ, കള്ളാ. അടി കിട്ടിയെന്ന് വരെ തള്ളി. അടുത്തിടെ പുറത്തിറങ്ങിയ മാർക്കോയുടെ ഷൂട്ടിങ്ങിനിടെയാണ് വിപിനുമായുള്ള എൻ്റെ ആദ്യ പ്രശ്നമുണ്ടായത്. ആ ബോഡിയൊക്കെ വെച്ചിട്ട് ആ മാർക്കോൻ്റെ സമയത്ത് തന്നെ അണ്ടർ കൊടുത്തൂടെ. എന്നാൽ സിനിമാ സെറ്റിലുണ്ടായ അടിയെന്ന് ചോദിച്ചാൽ അങ്ങനെ പോയി കിട്ടിയിരുന്നു. അല്ല, ഇതിൽ ഉണ്ണി അടിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഇവന് അണ്ടർ കിട്ടണമെന്നുള്ളത് പല ആൾക്കാരും പറഞ്ഞു കേട്ടു. യെസ്, എവിടെ പോയി? അയ്യോ, പോയല്ലോ. സെബാൻ നയിക്കുന്ന ഒബ്സ്ക്യൂറ എൻ്റർടൈൻമെൻറ്റ്സിലെ ജീവനക്കാരനുമായി അദ്ദേഹത്തിന് ഒരു വലിയ പ്രശ്നമുണ്ടായി. അവർ പരസ്യമായി കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും സിനിമയെ വളരെയധികം ബാധിച്ചു. ഈ സിനിമയുടെ മുഴുവൻ ക്രെഡിറ്റും തനിക്ക് നൽകാത്തതിന് വിപിൻ എന്നെ ശകാരിച്ചിരുന്നു. അത് ശരി, ഓൻ ആ ക്രെഡിറ്റ് കൊടുക്കണ്ട്, ഓനറ്റ അഭിനയിച്ചിരിക്കുന്നതിൽ. അത് ശരി, അത് എൻ്റെ ധാർമ്മികതയ്ക്ക് ചേരുന്നതല്ലായിരുന്നു. കൂടാതെ എൻ്റെ ജോലിയെ മോശമായി ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ ഈ വ്യക്തി കാരണം സംഭവിക്കുന്നുണ്ടെന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പുതിയതും പ്രശസ്തരുമായ സിനിമാ സംവിധായകരിൽ നിന്നും വിപിനെതിരെ ഗോസിപ്പുകൾക്കും നിരർത്ഥകമായ സംസാരങ്ങൾക്കും നിരവധി പരാതികൾ എനിക്ക് ലഭിക്കാൻ തുടങ്ങി. ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിലും സുഹൃത്ത് എന്ന നിലയിൽ ഈ വ്യക്തി ക്ഷമ അർഹിക്കാത്ത ഒരു കാര്യം ചെയ്തു എന്നതും കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് ഈ ചങ്ങായി പോയിട്ട് ഏതോ ഒരു പെൺകുട്ടീനോട് ഉണ്ണി മുകുന്ദന് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു എന്ന്, അതാണ് പറയുന്നത്. അത് മാത്രമല്ല ഒരു പെൺകുട്ടീനെ കുറിച്ച് മോശമായിട്ടുള്ള പ്രചാരണം നടത്തിയെന്നും കൂടി പറയുന്നുണ്ട്. അപ്പം തന്നെ കൊടുക്കണ്ടേ സോളാമ ആദ്യത്തെ അടിയെന്ന് ചോദിച്ചില്ലേ. എന്തായാലും അദ്ദേഹത്തെ നേരിട്ട് കണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ എല്ലാ ആശങ്കകളും അവഗണിച്ചു. മാത്രമല്ല കൂളിംഗ് ഗ്ലാസ് ഇട്ട് വന്നു. സിനിമയിലെ എൻ്റെ ചില സുഹൃത്തുക്കളുടെ പിന്തുണ തനിക്കുണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. പിന്നീട് എൻ്റെയും വിഷ്ണു ഉണ്ണിത്താൻ്റെയും മനോരമ ഓൺലൈനിൽ നൽകിയ ഒരു അഭിമുഖത്തിൽ സ്ഥിരീകരിച്ച സുഹൃത്ത് മുന്നിൽ ചെയ്ത എല്ലാ തെറ്റുകൾക്കും അദ്ദേഹം ക്ഷമാപണം നടത്തി. എൻ്റെ എല്ലാ ഡിജിറ്റൽ ഡാറ്റകളിലേക്കും അദ്ദേഹത്തിനും
ആക്സസ് ഉണ്ടായിരുന്നതിനാൽ ഞാൻ അദ്ദേഹത്തോട് രേഖാമൂലം ക്ഷമാപണം നടത്താൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം അത് അയച്ചില്ല എന്ന് മാത്രമല്ല, പകരം ന്യൂസ് പോർട്ടലുകളിൽ സോഷ്യൽ മീഡിയകളിലും എനിക്കെതിരെ പ്രചരിക്കുന്ന തികച്ചും തെറ്റായ വ്യാജവും ഭയാനകവുമായ ആരോപണങ്ങളാണ് ഞാൻ കണ്ടത്. അതായത് മോന്തക്കടിച്ചു, കുത്തി, മാന്തി, ചവിട്ടി, കുത്തി, കരഞ്ഞു, അങ്ങനെ കരഞ്ഞ് നിലവിളിച്ചു കിടക്കുന്നു. അദ്ദേഹം അവകാശപ്പെടുന്നത് പോലെ ഒരു സമയത്തും ഞാൻ ശാരീരികമായി അദ്ദേഹത്തെ ആക്രമിച്ചിട്ടില്ല. മൂട് പോയി രണ്ടെണ്ണം കൊടുക്കായിരുന്നോ? അല്ല, എന്തിനല്ലേ? അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ തികച്ചും വ്യാജവും അസ്വസ്ഥവുമാണ്. മുഴുവൻ സ്ഥലവും CCTV സ്കാനിങ്ങിന് വിധേയമാണ്. എന്തെങ്കിലും നിഗമനത്തിനെത്തുന്നതിന് മുമ്പ് ദയവായി അത് പരിശോധിക്കുക. ഞാൻ 5 വർഷത്തേക്ക് വളരെ തിരക്കിലാണെന്നും ആ വ്യക്തി ആളുകളോട് പറയുന്നുണ്ടെന്നും എനിക്ക് മനസ്സിലായി. അത് എൻ്റെ വർക്കുകളെ ബാധിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്നെക്കുറിച്ച് മനുഷ്യത്വരഹിതമായ കിംവദന്തികൾ പ്രചരിപ്പിച്ചു. ഒരു നടിയെ ബന്ധപ്പെടുകയും എന്നെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഷടാ, ഇവൻ ഇത്ര നല്ല മനുഷ്യനായിരുന്നു. പാവം ഉണ്ണി മുകുന്ദൻ ഒന്ന് കല്യാണം കഴിച്ച് കാണണം എന്ന് ഉണ്ണി മുകുന്ദൻ്റെ മാതാപിതാക്കളെക്കാളും കൂടുതൽ ആഗ്രഹിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു മോനെ വിപിനെ. നീ വെരി വെരി സാഡ്. എന്നിട്ടും ഉണ്ണി നിന്നെ തല്ലി, നിൻ്റെ കണ്ണട ചവിട്ടി പൊട്ടിച്ചുല്ലേ? ദാറ്റ് വാസ് വെരി ബാഡ്. എവിടെ ഞാൻ വായിച്ചത് പോയല്ലോ പോവാനെ. ഓക്കെ, ആവശ്യമുള്ളത് ഇത് ഞാനും അദ്ദേഹവും തമ്മിൽ വലിയ വഴക്കിന് കാരണമായി. സമൂഹത്തിൽ എൻ്റെ പ്രശസ്തിയെ അപകീർത്തിപ്പെടുത്താൻ തൻ്റെ സ്രോതസ്സുകൾ ഉപയോഗിക്കുമെന്ന് അയാൾ എന്നെ ഭീഷണിപ്പെടുത്തി. എൻ്റെ സഹപ്രവർത്തകരുമായി എനിക്ക് എപ്പോഴും ഒരു പ്രൊഫഷണൽ ബന്ധമുണ്ടായിരുന്നു. പക്ഷേ ഈ വ്യക്തി അങ്ങേയറ്റം വിഷലിപ്തമാണ്. പോയ്സൺ. ഈ വ്യക്തി പറയുന്ന ഓരോ വാക്കും തികഞ്ഞ നുണയാണ്. എല്ലാ ആരോപണങ്ങളും ഞാൻ നിഷേധിക്കുന്നു. ഞാൻ ഒരു എളുപ്പ ലക്ഷ്യമായതിനാൽ ചില അനാവശ്യ നേട്ടങ്ങൾക്കും ലാഭങ്ങൾക്കും വേണ്ടി അയാൾ എന്നെ ഭീഷണിപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നു. എൻ്റെ വ്യക്തിപരവും തൊഴിൽപരവുമായ ജീവിതത്തിൽ സന്തുഷ്ടരല്ലാത്ത ചിലർ ഈ മനുഷ്യനെ കരിയർ നശിപ്പിക്കാൻ സഹായിക്കുന്നുണ്ടെന്ന് ഞാൻ ശക്തമായി വിശ്വസിക്കുന്നു. കഠിനാധ്വാനത്തിലൂടെയും സ്ഥിരോത്സാഹത്തിലൂടെയും ഞാൻ ഈ കരിയർ കെട്ടിപ്പടുത്തത്. ഏതുതരം ഇരയാക്കലിനും പീഡനത്തിനും വിധേയമായാലും ഞാൻ സത്യത്തിൽ വിശ്വസിക്കുന്നു. ആദരവോടെ ഉണ്ണി മുകുന്ദൻ. യെസ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നിപ്പോൾ പോസ്റ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും നേരം രാവിലെ മുതൽ ഈ ചങ്ങായിനെ എല്ലാവരും കൂടി തെറി പറയുമായിരുന്നു. എന്തായാലും കണ്ണട ചവിട്ടി പൊട്ടിക്കുമ്പോൾ മുഖത്ത് എന്തെങ്കിലും പരിക്കുണ്ടാവേണ്ടതല്ലേ? അങ്ങനെ ഒന്ന് കുറ്റാന്വേഷണ വിദഗ്ധൻ. ഇതൊക്കെ എന്തൊക്കെ കമൻറ്റ് ബോക്സ് ആട്ടോ. എൻ്റെ കമൻറ്റ് ഇത് 24-ലുള്ളതാണ് കേട്ടോ. ആരൊക്കെ കമൻറ്റ് ഇടുന്നത്. എന്തായാലും ഉണ്ണി അനുകൂലിക്കുന്നില്ല. ഉണ്ണി താങ്കൾ തെറ്റിച്ചിട്ടുണ്ടല്ലോ, ഒരൊറ്റ പോസ്റ്റ് മതിയായിരുന്നു. എന്തായാലും ഉണ്ണി മുകുന്ദൻ്റെ കേസും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിപിനെ 2 കിട്ടിയത് ഉണ്ടായിരുന്നാൽ മതിയായിരുന്നില്ലേ? കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ ഒരാവശ്യമില്ല. അതിപ്പോൾ ഡബിൾ നാറിയില്ലേ? അടി കിട്ടി എന്നും പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് പിന്നെ ഇതുപോലെ എന്താ പറയുക, മീഡിയയ്ക്ക് മുന്നിൽ ചെല്ലുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഒന്നും ഉണ്ടാവുന്നില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം നാറ്റക്കേസായി. പിന്നെ മാത്രമല്ല, 2 ആൾക്കാരൊക്കെ തമ്മിൽ തെറ്റിക്കാൻ കളിക്കാന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള കാര്യമല്ലേ അല്ലേ? വളരെ പരദൂഷണം കുളക്കടവ് സംസാരമാണോ? ടൊവിനോനും ഇവരെയൊക്കെ തെറ്റിക്കാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞാൽ പോട്ടെ. എന്തായാലും ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കേട്ടോ. അപ്പോൾ ഈ പ്രശ്നം ഇതോടുകൂടി തീർന്നു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നാളെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ വരാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. അതാരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.